വഖഫിൻ്റെ കാര്യത്തിനകത്ത് 97-ാം വകുപ്പ് അനുസരിച്ച് സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഇതേപോലെ തന്നെ വഖഫ് ഭൂമിയിലേക്ക് ഉള്ള വഖഫ് ബോർഡ് ഇതയച്ചു, എവിക്ഷൻ നോട്ടീസ് അയച്ചു. കർണാടക സർക്കാർ റദ്ദ് ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കാൻ സർക്കാരിന് കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 87 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ 22 മുതലാണ് ഈ റവന്യൂ അവകാശങ്ങൾ ഇല്ലാതായി പോകുന്നു. അതിന് മുമ്പ് വരെ അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നോക്കൂ, ട്രൈബ്യൂണലിൻ്റെ വിധി വരുന്നതുവരെ നമുക്ക് ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാൻ സർക്കാരിനൊരു ഡിസിഷൻ എടുത്തുകൂടെ? അങ്ങനെ എടുത്താൽ ഈ പ്രശ്നം അവസാനിക്കില്ലേ? അതാണ് പ്രശ്നം. ഹൈക്കോടതി വിധിയുണ്ട്. അല്ല, ഹൈക്കോടതി വിധി എന്താ? ഇതുവരെ റവന്യൂ ടാക്സ് പിടിക്കാൻ കഴിയില്ല. അല്ല, അതാ ഞാൻ പറയുന്നത്. സർക്കാരിന് ഒരു ഓർഡറിലൂടെ നോക്കൂ, ഈ പ്രശ്നത്തിനകത്ത് 1987 മുതൽ 91 വരെയുള്ള ഈ പോക്കുവരവ് നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യിക്കാം. എന്നിട്ട് പറയാം, നോക്കൂ 2019 ഇക്കാര്യത്തിലൊരു അസറ്റ് രജിസ്റ്ററിൽ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇത് സ്റ്റേ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നേ. ഇപ്പം ഈ 87 മുതൽ 2022 വരെ തുടർന്നു പോയിരുന്ന സാഹചര്യം 2019 ഈ അസറ്റ് രജിസ്റ്ററിലേക്ക് ഇത് കടന്നു വരുമ്പോഴാണ് ഇവർ പ്രതിസന്ധിയിലാകുന്നത്. ഈ പ്രശ്നം അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ലീഗ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതാണ് ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രതിപക്ഷവും പറയുന്നത്. എൻ്റെ മനസ്സിലാക്കലാണ്.